ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിലും അതേസമയം രുചിക്ക് ഒട്ടും കുറവില്ലാത്ത ഒരു ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. എല്ലാവർക്കും ആരോഗ്യരുചിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ഓംലെറ്റിന് ആദ്യം നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരൽപ്പം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചു വെക്കാം. ഇപ്പോൾ ഈ അടിച്ചു വെച്ച മുട്ട അങ്ങോട്ടിപ്പം മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് ചില വെജിറ്റബിൾസൊക്കെ വേണം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അരമുറി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പിലയുടെ സ്ഥാനത്ത് നമുക്ക് മല്ലിയില വേണമെങ്കിലും ചേർക്കാം. അതുപോലെ തന്നെ ഈ ക്യാരറ്റ് ഒഴിവാക്കാം, അതിന് പകരം ക്യാപ്സിക്കം ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കത് കുക്ക് ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ല നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഈ പച്ചക്കറികൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വരട്ടെ. ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും ഇത് വഴന്നാൽ മതി. ഇനിയും ഇത് ഈ പാനിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇത് എല്ലായിടത്തും ചിതറി കിടക്കുകയാണല്ലോ. ഇതൊന്ന് നിരത്തി ഒരുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ആ വെജിറ്റബിളിൻ്റെ എല്ലാം മുകളിൽ ഈ മുട്ട വരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഒരൽപ്പം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞ തീയിൽ ഒരല്പം നേരം മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇനി അടപ്പം തുറന്ന് നോക്കാം. നമ്മുടെ മുട്ട വെന്ത് നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഓംലെറ്റാണിത്. നമുക്കിത് മറിച്ചിടേണ്ട ആവശ്യമില്ല. മറിച്ചിടണമെന്നുണ്ടെങ്കിൽ മറിച്ചിടാം. പക്ഷെ നമ്മളിങ്ങനെ മൂടി വെച്ച് വേവിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗവും വേകും. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമ്മുടെ ഈസി ടേസ്റ്റി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അടുത്ത പ്രാവശ്യം ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.